കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ തിങ്കളാഴ്ചയും ഫേസ്ബുക്കിൽ ലൈവായി ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ബൈബിൾ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദാനിയേൽ പ്രവചനത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ 38ാമത് എപ്പിസോഡിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 37 എപ്പിസോഡുകളിലായി ദാനിയേൽ പ്രവചനത്തിൻ്റെ 1-ാം അധ്യായം തുടങ്ങി 12-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി, പഠിക്കുകയുണ്ടായി. കഴിഞ്ഞ 3-4 ക്ലാസ്സുകളിലായി ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യം ആധാരമാക്കി പുനരുത്ഥാനം എന്നുള്ള വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള ആ ആധികാരികമായ തിരുവെഴുത്തിൽ നിന്നുള്ള തെളിവുകൾ സഹിതം ശരീരത്തിന് പുനരുത്ഥാനമുണ്ടെന്നും മരണത്തിനപ്പുറത്ത് മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെ തിരുവെഴുത്തിൽ നിന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഈ 12-ാം അധ്യായം ഈ പ്രവചന പുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ്. കഴിഞ്ഞ 11 അധ്യായങ്ങളിൽ പ്രവചന ഭാഗങ്ങൾ, ചരിത്ര ഭാഗങ്ങൾ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവ ചരിത്രങ്ങൾ, സംഭവിച്ചതും സംഭവിക്കുവാൻ പോകുന്നതുമായ സംഭവങ്ങൾ, ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ ആമേൻ രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, മാത്രമല്ല അന്ത്യകാലത്ത് നടക്കുവാൻ പോകുന്ന സംഭവങ്ങൾ, ഒന്നുകൂടെ പറഞ്ഞാൽ 70 ആഴ്ചവട്ടം സഹിതമുള്ള വളരെ ഉദാത്തമായ ഉന്നതമായ വിഷയങ്ങൾ ഇതിനകത്ത് ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നാം ചിന്തിക്കുകയുണ്ടായി. ആ നിലകളിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രവചന ഗ്രന്ഥമാണ് ദാനിയേലിൻ്റെ പ്രവചനം. അതിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. ഇന്ന് ഈ 12-ാം അധ്യായത്തിലെ മൊത്തമായ പ്രതിപാദ്യ വിഷയം എടുത്ത് ഓർപ്പിച്ച് ഞാൻ സമയത്തിനുള്ളിൽ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ഈ 12-ാം അധ്യായത്തിൽ പ്രത്യേക എടുത്തു പറയുന്ന 1-2 പദങ്ങളുണ്ട്. നമുക്ക് കാണുവാൻ കഴിയും, നീയോ ദാനിയേലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പിന്നെയും അതേപോലെ പറയുന്നു, 9-ാം വാക്യത്തിൽ പറയുന്നു, അന്ത്യകാലത്തേക്ക് അടച്ച മുദ്രയിട്ടും ഇരിക്കുന്നു. അപ്പോൾ ദാനിയേലിനോട് ഈ പ്രവചനം ദൈവം വെളിപ്പെടുത്തി ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ഈ പുസ്തകം എഴുതിയ കാലം മുതൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്ന കാലം വരെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ രഹസ്യമായിരിക്കേണ്ടതിനാണ് മുദ്രയിടുവാൻ പറഞ്ഞിരിക്കുന്നത്. മുദ്രയിടണം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 6-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ 1-ാം മുദ്ര പൊട്ടിച്ചു, തുടർന്ന് 2-ാം മുദ്ര പൊട്ടിച്ചു, തുടർന്നുള്ള വാക്യഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാനോട് പറയുന്ന വാക്കുകൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 22-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 10-ാം വാക്യം, സമയമെടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പൊ ദാനിയേൽ പ്രവചനത്തിൽ പ്രവാചകനോട് പറയുന്നു, ഇത് മുദ്രയിടുക.
മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അങ്ങനെ മുദ്രയിട്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുദ്രയിട്ടിരിക്കുന്നത്? ഇതിനകത്ത് മുദ്രയിടുവാൻ തക്കവണ്ണം അവിടെ തന്നെ പറയുന്നുണ്ട്, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. ഒന്നുകൂടെ പറയുന്നു, പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിച്ച് ദൈവസന്നിധിയിൽ നീതി പ്രവർത്തിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടരിൽ ആരും അത് ഗ്രഹിക്കയില്ല, ബുദ്ധിമാന്മാരോ അത് ഗ്രഹിക്കും. കണ്ടോ, ഈ മുദ്ര വച്ചിരിക്കുന്ന ഈ പുസ്തകത്തിലെ യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഒരു കൂട്ടം ആളുകൾ മുൻപോട്ട് വരും. അവരെന്ത് ചെയ്യും? അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും, അവർ തങ്ങളെ തന്നെ ഒരുക്കും, അവർ ദുഷ്ടത വിട്ട് തിരിയും, അവർ തങ്ങളെ തന്നെ ക്രമീകരിക്കും. അങ്ങനെയുള്ള ഒരു കൂട്ടം ബുദ്ധിമാന്മാരെ കുറിച്ച് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ദുഷ്ടത പ്രവർത്തിച്ച് ഇത് ശ്രദ്ധിക്കാതെയും ഈ വചനങ്ങൾ ഏറ്റെടുക്കാതെയും അറിയിച്ചിരിക്കുന്ന ദൈവാലോചനകൾ ഉള്ളതുപോലെ അതിൻ്റെതായ നിലയിൽ മനസ്സിലാക്കാതെയും മനസ്സിലായിട്ടും ദുഷ്ടതയിലേക്ക് ദോഷത്തിലേക്ക് ആ നിലകളിൽ ഇറങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ ഇവിടെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവവചനം അതതിൻ്റെ തനി യാഥാർത്ഥ്യമായി നമ്മുടെ മുൻപിൽ തുറന്നു വച്ചിരിക്കെ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കി നമ്മുടെ അനുഭവത്തിലൂടെ അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് ഒരുക്കപ്പെടേണ്ട ഭാഗങ്ങൾ ഒരുക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവിക വചനത്തിനു വേണ്ടി നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം ആ നിലകളിൽ ദൈവിക വിശുദ്ധിയിൽ നിന്നും ദൈവിക അനുഭവങ്ങളിൽ നിന്നും ദൈവസാന്നിധ്യത്തിൽ നിന്നും ദുഷ്ടതയിലേക്ക് ദുഷ്ടന്മാരുടെ പട്ടികയിലേക്ക് മാറ്റപ്പെടുന്ന ഒരനുഭവമാണ് ദാനിയേൽ പ്രവചനത്തിൽ പഠിക്കുന്ന ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പ്രസംഗത്തിൽ അദ്ദേഹം ഓർപ്പിച്ച ഒരു കാര്യം ഇതാണ്: തേംസ് നദിയുടെ കരകവിഞ്ഞൊഴുകുകയാണ് തേംസ് നദി. ആ നദിയുടെ തീരത്തൂടെ ഒരു സൈഡിലൂടെ ഒരു മനുഷ്യൻ പോകുകയാണ്. അദ്ദേഹത്തിൻ്റെ വസ്ത്രം മുഴുവൻ ചെളി നിറഞ്ഞിരിക്കുക. വെള്ളം തേംസ് നദിയിൽ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. ഒരു നിമിഷം ആ നദിക്കകത്ത് ഇറങ്ങി വസ്ത്രം അലക്കി കുളിച്ച് നല്ല ക്ലീനായിട്ട് ഉണങ്ങി ഇദ്ദേഹത്തിന് പോകാം. പക്ഷേ തേംസ് നദി നിറഞ്ഞൊഴുകുമ്പോഴും ഇതാ അദ്ദേഹം നിറഞ്ഞ അഴുക്കുമായി, വസ്ത്രങ്ങൾ നിറഞ്ഞ അഴുക്കുമായി അതിൻ്റെ ഒരു തീരത്തൂടെ പോകുകയാണ്. ഇതുപോലെയാണ് മനുഷ്യ സമൂഹം ഇന്ന് യാത്ര ചെയ്യുന്നത്. ശുദ്ധീകരണത്തിനും വിടുതലിനും കഴുകലിനുമൊക്കെ വേണ്ടിയ ദൈവികമായ വചനങ്ങളും സാന്നിധ്യവുമൊക്കെ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം അയച്ചിട്ടും ആ അയച്ച യാഥാർത്ഥ്യത്തെ ഉള്ളതുപോലെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഇന്നും മനുഷ്യൻ അശുദ്ധനായി യാത്ര ചെയ്യുകയാണ്. വിശുദ്ധിക്ക് വിപരീതമായി യാത്ര ചെയ്യുകയാണ്. ദോഷത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ കാലുകൾ ബന്ധപ്പെടുന്നു. തിന്മയ്ക്ക് വേണ്ടി അവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. അശുദ്ധിയിലൂടെ അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവവചനം ഇന്നും ചിലരെയൊക്കെ ശുദ്ധീകരിക്കുവാൻ മതിയായതാണ്. വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ അതിലാക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗ്രഹിക്കുന്നവരെ, താല്പര്യപ്പെടുന്നവരെ, കാക്ഷിക്കുന്നവരെ, അതിനുവേണ്ടി തങ്ങളെ തന്നെ ഒരുക്കുന്നവരെ ആയതിലേക്ക് ആക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമാണ് ഈ രാത്രിയിലും ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോഹന്നാനോട് പറയുകയാണ്, ഇത് മുദ്രയിടരുത്. എന്തിനാ? അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സ്തോത്രം. അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ. എല്ലാവരെയും കൂടെ വിശുദ്ധീകരിച്ചിട്ട് നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കാൻ വലിയ പാടാ. അന്ത്യകാലത്തെ ഒരു പ്രത്യേകത തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. പലരും അനീതി ചെയ്യുക. അനീതി ചെയ്യുന്നവൻ ഇനിയും ചെയ്യട്ടെ.
അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ. കാരണം പറഞ്ഞു കേൾപ്പിച്ചിട്ടും വചനം നൽകിയിട്ടും വചനത്തിൻ്റെ ആലോചന ശ്രദ്ധിച്ചിട്ടും അതിൻ്റെ അളവിലേക്ക് വരുവാൻ കഴിയാതെ മുൻപോട്ട് പോകുന്നവരെ ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് സാഹചര്യം മാറുകയാണ്. യോഹന്നാനോട് ദൈവം പറയുന്നു, സ്വർഗം പറയുന്നു, ഈ പ്രവചനത്തിലെ വാക്കുകളെ നീ മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, വിശുദ്ധൻ വിശുദ്ധീകരിക്കട്ടെ, ആമേൻ, അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാനുള്ള പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ശ്രദ്ധിക്കണമേ. നമുക്കറിയാം ദാനിയേൽ പ്രവചനത്തിൽ ഇത് മുദ്രയിടാൻ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് പറയുന്ന അതിപ്രധാനമായ ചില ചിന്തകളുണ്ട്. എല്ലാം സവിസ്താരമായി വിസ്തരിക്കുവാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. എങ്കിലും കേൾക്കണമേ. ഒന്ന്, ജ്ഞാനം വർദ്ധിക്കുമെന്നുള്ളതാണ്. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്ന എന്ത് വർദ്ധിക്കും? ഇത് മുദ്രയിട്ട് കഴിയുമ്പോൾ ജ്ഞാനം വർദ്ധിക്കും. അവിടെ രേഖപ്പെടുത്തി മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. നമുക്കറിയാം ജ്ഞാനമെന്ന് പറയുന്നത് വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, കേട്ടോ. ആഴിയുടെ അടിത്തലത്തൂടെ ഊളിയിട്ട് പോകുന്ന മത്സ്യത്തെ പോലെ മനുഷ്യൻ ഇന്ന് ആഴിയുടെ അടിത്തലങ്ങളിലൂടെ ചിറകടിച്ച് പറക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. പോരാ, ആകാശത്തിൻ്റെ അറുതികളിൽ എവിടൊക്കെ അവന് ചെന്നെത്താമോ അവിടേക്കൊക്കെ അവൻ ദൃഷ്ടി പതിപ്പിച്ച് ആയതിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒത്തിരി ദൈവവചനം ഇതൊരു ശാസ്ത്രീയ ഗ്രന്ഥമല്ലെങ്കിലും ശാസ്ത്രീയമായ പല കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ഈ ഭൂമിയെക്കുറിച്ച് മനുഷ്യൻ ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന എന്തിനേതാ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ഈ വചനം പറയുന്നുണ്ട്. കമ്പ്യൂട്ടറുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആധുനികമായ പല കണ്ടുപിടുത്തങ്ങളും ദൈവവചനത്തിൻ്റെ ശക്തിയേറിയ നിറവേറലുകളാണ്. എണ്ണി എണ്ണി പറഞ്ഞാൽ ഉന്നതമായ ജ്ഞാനം മനുഷ്യന് ദൈവം നൽകിയിട്ട് അവൻ പല കാര്യങ്ങളും കണ്ടെത്തി ജ്ഞാനം വർദ്ധിക്കും, അന്ത്യകാലത്ത് അങ്ങനെ ഉണ്ടാകും എന്ന് പഠിപ്പിച്ച പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതിന് തെളിവായി പല കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് എടുത്ത് ബൈബിളിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, 100 വർഷം സുമാർ പുറകിലേക്ക് നമ്മൾ പോയാൽ അന്നുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഉന്നതമായ ജ്ഞാനമാണ് ഇന്ന് മനുഷ്യന് വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ജ്ഞാനം വർദ്ധിക്കും, കേട്ടോ. ഒരു പ്രവചന നിവൃത്തി കൂടെയാണ്. അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഒരു പ്രവചന നിവൃത്തിയും കൂടെയാണ് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ആ നിലകളിൽ ഇത് മുദ്രയിടുവാനായിട്ട് ആരോട് പറഞ്ഞു? ദാനിയേലിനോട് പറഞ്ഞു. ഈ പ്രവചനത്തെ മുദ്രയിടുക. ദാനിയേലിനോട് പറയുക, ഇത് മുദ്രയിടുക. പലരും ഇത് പരിശോധിക്കും. ജ്ഞാനം വർദ്ധിക്കും, തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും, തങ്ങളെ തന്നെ ക്രമീകരിക്കും. ആ നിലകളിൽ ആയിരിക്കുമ്പോൾ തന്നെ ദുഷ്ടന് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാതെ വരും. ദുഷ്ടനത് ഏറ്റെടുക്കത്തില്ല, ദുഷ്ടൻ സമർപ്പിക്കത്തില്ല. അവനവൻ്റെ ദുഷ്ടതയെ തന്നെ മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകും. എന്നാലും ബുദ്ധിമാന്മാരായിരിക്കുന്നവർ അനേകർ ഇതിൻ്റെ പിൻപിൽ. അവിടെ ബുദ്ധി എന്ന് പറയുന്നത് കേവലം ഒരു വിജ്ഞാന മണ്ഡലത്തെക്കുറിച്ചല്ല ബുദ്ധി എന്ന് പറയുന്നത്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നാം ഇങ്ങനെ പഠിക്കുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്നവനാ ബുദ്ധിമാൻ. അതിനെക്കുറിച്ച് സങ്കീർത്തന ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാക്യങ്ങൾ ഞാൻ എടുത്തു വായിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനസ്സോടെ, സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ ബൈബിൾ ബുദ്ധിമാനെന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമാന്മാർ ഈ വചനം കണ്ടെത്തുകയും അവർ ഈ വചനത്തിനകത്തൂടെ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പാപങ്ങളിൽ നിന്ന് മോചനം ഏറ്റെടുത്ത് അവരുടെ ജീവിതം ധന്യകരമാക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമുണ്ട് എന്ന് ഇവിടെ വെളിപ്പെടുത്തപ്പെടുകയാണ്. ഈ 12-ാം അധ്യായത്തിൽ ആ നിലകളിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുക,
അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ 12-ാം അധ്യായത്തിൽ 3 കാലയളവുകളെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. 3 കാലയളവുകൾ നമുക്ക് ആ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയും. 12:7 നമ്മൾ ആദ്യം വായിക്കുന്നു, ഒരു കാലയളവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തേക്ക് ഉയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. കണ്ടോ? അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും. അപ്പോൾ ആദ്യത്തെ ഒരു കാലക്കണക്ക് ഈ 12-ാം അധ്യായത്തിലെ ചിന്തയാണ് നാം പറഞ്ഞു വരുന്നത്. കാലവും കാലങ്ങളും കാലാർത്ഥവും. ഇവിടെ കാലമെന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ പ്രത്യേകം നമ്മൾ പഠിച്ചു വരുമ്പോൾ 4-ാം അധ്യായം 23 വാക്യം 32-ാം വാക്യമൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് 7 വർഷത്തെക്കുറിച്ച് 7 കാലമെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ കാലമെന്ന് പറയുന്നത് ഒരു വർഷമാണ്. കാലമെന്ന് പറയുന്നത്, അപ്പൊ കാലവും കാലങ്ങളും കാലാർത്ഥവും എന്നവിടെ പറഞ്ഞിരിക്കുന്ന ആ ആശയം എന്ന് പറയുന്നത് 3.5 വർഷമാണ്. 3.5 വർഷമാണ്. വെളിപ്പാട് പുസ്തകത്തിലൂടെ ചേർത്ത് നമുക്കത് പഠിക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, അതിനെക്കുറിച്ച് നാം ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ, വരുവാൻ പോകുന്ന മഹോദ്രവകാലത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ആ മഹോദ്രവകാലത്തിൻ്റെ മൊത്തത്തിലുള്ള കാലയളവെന്ന് പറയുന്നത് 7 വർഷമാണ്. അതിൻ്റെ പകുതിയാണ് 3.5 വർഷം. ആ മഹോദ്രവകാലത്തിൻ്റെ പകുതിയായി കണക്ക് കൂട്ടിയിരിക്കുന്ന 3.5 വർഷത്തെക്കുറിച്ചാണ് ഇവിടെ ദൂതൻ, ശണവസ്ത്രം ധരിച്ച ദൂതൻ ഇറങ്ങി വന്ന് സംസാരിക്കുന്നത്. ദാനിയേലിന് ഒരു ചോദ്യമുണ്ട്, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ഞാൻ ചോദിച്ചു. ഇതിൻ്റെ അവസാനം അറിയാൻ ദാനിയേലിന്റെ ഹൃദയം വെമ്പല് കൊള്ളുകയാണ്. അതിനുവേണ്ടിയാണല്ലോ 9-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 21 ദിവസം ദൈവത്തെ കാത്തിരുന്നു. ജനത്തിൻ്റെ ശൂന്യത മാറുവാൻ വേണ്ടി, വരുവാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയൊക്കെ ദാനിയേൽ തൻ്റെ കുറവും തൻ്റെ ജനത്തിൻ്റെ കുറവും പിതാക്കന്മാരുടെ ഭാവവും ഒക്കെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്നത്. തൻ്റെ ഹൃദയത്തിൻ്റെ വെമ്പലതാണ്, എന്താകും എന്താകും അവസാനം എന്താകും, ഇതറിയാൻ വേണ്ടി ദാനിയേൽ വെമ്പൽ കൊള്ളുകയാണ്. പക്ഷേ ഒരു മറുപടി ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 2 പ്രാവശ്യം ദാനിയേലിനോട് പറയാ, ദാനിയേലേ പോയിക്കൊള്ളുക. അവസാനവും പറയുകയാണ്, ദാനിയേലേ നീ പോയിക്കൊള്ളുക. കണ്ടോ? എല്ലാ കാര്യങ്ങളും അറിയാൻ വെമ്പൽ കൊള്ളുന്ന ദാനിയേലിന്റെ മുമ്പിൽ ദൈവം എല്ലാ കാര്യങ്ങളും നിരത്തി വയ്ക്കുന്നെങ്കിലും ഭക്തനോട് പറയാ, നീ പോയിക്കൊള്ളുക. ഞാൻ ആ ഭാഗം കഴിഞ്ഞ ദിവസം ഒന്ന് ചിന്തിച്ച് വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സ്തോത്രം വന്ന ചില ചിന്തകളുണ്ടായി. അത്യധികം ഭാരവും പ്രയാസവും ശത്രുക്കളുടെ പീഡയും ദൈവസന്നിധിയിലെ നീണ്ട ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം തിരിശീല വീണിട്ട് ഒരു വിശ്രമത്തിന് വേണ്ടി തൻ്റെ ദാസനെ ദൈവം പറഞ്ഞയക്കുന്നത് കാണാൻ കഴിയും. നീയോ ദാനിയേലേ പോയി വിശ്രമിച്ച് യുഗാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞ് ഭക്തനെ അയക്കുന്ന ആ പ്രത്യാശയുടെ ആ വലിയ ഉത്തുംഗമായ ഉന്നതമായ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ ഈ പ്രവചനം അവസാനിപ്പിക്കുക. ഭക്തന്മാരായി കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ സേവനം ചെയ്യുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം കൈവിടുമെന്നാണോ കരുതുന്നത്? ഇന്നിൻ്റെ ലോകത്തിൽ വ്യസനവും വേദനയും കട്ടതയും നിന്നയൊക്കെ സഹിച്ച്, പ്രതികൂലങ്ങൾ സഹിച്ചില്ലായ്മയും വല്ലായ്മയും, പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ എത്രയോ പ്രശ്നങ്ങളാണ്. ദൈവദാസന്മാർക്കേ അതറിയത്തുള്ളൂ. അനവധി ശുശ്രൂഷകളിൽ അനുഭവിച്ചിട്ടുള്ള വ്യതകൾ വളരെയാണ്.
ആ നിലകളിൽ ഇതെല്ലാം വഹിച്ചും സഹിച്ചും അനുദിനം മുൻപോട്ട് പോകുന്നതിൻ്റെ പിറകിൽ അവരുടെ അകത്ത് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട്, ഒരു വലിയ ധൈര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഓ ലോകീയ സാമ്രാജ്യങ്ങൾ 1, 2, എന്തിനേറെ ബാബിലോൺ സാമ്രാജ്യം, മേദ്യ പാർസ്യ സാമ്രാജ്യം, ഈ സാമ്രാജ്യങ്ങൾ ഒന്നൊന്നായി മൺമറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ദാനിയേൽ ശക്തിയോടുകൂടെ തന്നെ ഏൽപ്പിച്ച ഭൗതികമായ ചില ജോലികളൊക്കെ ഉണ്ടെങ്കിലും ആത്മീക ശുശ്രൂഷയിൽ വിശുദ്ധിക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്നത് ചെറിയ കാര്യമാണ്. വിശുദ്ധിക്ക് വേണ്ടി നിന്നപ്പോൾ സംഭവിച്ചത് നമുക്കറിയാം. രാജാവിൻ്റെ ഭോജനം കുടിക്കുകയില്ല, തിന്നുകയില്ല, അവൻ്റെ വീഞ്ഞ് കുടിക്കുകയില്ല, തീരുമാനമെടുത്തു. പക്ഷേ പ്രതിസന്ധി വർദ്ധിച്ചു. അവിടെ ദൈവം ദാനിയേലിനെയും കൂട്ടരെയും മാനിച്ചു. സിംഹത്തെ നമുക്കറിയാം, ആരാധനയ്ക്ക് വേണ്ടി നിന്നു, തീയുടെ നടുവിലേക്ക് എറിഞ്ഞു, തീക്കകത്ത് വീണു. അവിടെയും ദൈവം അവരെ മാനിച്ചു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്നു, സിംഹത്തിൻ്റെ കുഴി ഒരുങ്ങി, സിംഹത്തിൻ്റെ കുഴിക്കകത്തിട്ടു. ഇവിടെയെല്ലാം പിടിച്ചു നിന്ന് ദൈവസന്നിധി നിന്ന ഭക്തനെ സ്തോത്രം, സ്വർഗം അവസാനം പറയാ, ദാനിയേലേ നീ പോയിക്കൊള്ളുക, നീ പോയി വിശ്രമിക്ക്, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊരു ക്ലാസ് ആണെങ്കിലും എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു. കർത്താവിന് വേണ്ടി ശക്തിയോടെ വ്യതകൾ സഹിച്ച്, വേദന സഹിച്ച്, വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഭക്തന്മാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇത് സ്തോത്രം വെള്ളത്തിൽ ഒഴുക്കുന്ന പണിയല്ല, ഇത് കൂലിയില്ല പണിയല്ല. സ്തോത്ര കർത്താവിന് വേണ്ടി നീ ഒരു അണിവരലെങ്കിൽ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം അതിനുത്തരവാദിയാണ്. നിനക്കുള്ള പ്രതിഫലം കൂലിയവന്റെ പക്കലും. പ്രതിഫലം ഇന്ന് കൂലിയാ മേടിക്കുന്നു. ചെയ്യുന്നതിനൊക്കെ തക്ക സമയങ്ങളിൽ ദൈവം കൂലി തരുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയാനൊക്കത്തില്ല. പക്ഷെ പ്രതിഫലം വരുന്നൊരു ദിവസമുണ്ട്. അന്ന് സ്തോത്രം പ്രതിഫലം ഒരു പഴയ പാട്ടുകാരൻ പാടിയൊരു പാട്ടുണ്ട്, പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തൻപേർക്കായി പാർത്തലേ വിശ്വസ്തരായി ജീവിതം ചെയ്തതൻ ശുദ്ധിമാന്മാർ ഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ആരിവർ രാജനോടൊപ്പമായി പന്തിലിരിപ്പതു സത്യസഭ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു തൻപേർക്കായി പാർത്തലേ വിശ്വസ്തരായി ജീവിതം ചെയ്തതൻ ശുദ്ധിമാന്മാർ ഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ഈ പുസ്തകം അവസാനിക്കുമ്പോൾ ദാനിയേലിനൊരു വിശ്രമത്തിനുള്ള അവസരം ദൈവം ഒരുക്കിയിട്ട് അനധിവിദൂര ഭാവിയിൽ കാഹളം ധരിക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്ന അപ്പൻ സുദിനത്തിൽ തേജസ്സോടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ അതിനു മുൻപ് ദാനിയേൽ ചോദിച്ച ചോദ്യത്തിന് ചുരുക്കം ചില ഉത്തരങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഇതെന്താകും, എവിടെയാകും, അവസാനം എങ്ങനെയാകും എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. ഞാൻ പറഞ്ഞല്ലോ, മഹോദരമകാലമായ 7 വർഷം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ അത് പറയുന്നുണ്ട്. ഈ 12-ാം അധ്യായം ഒന്ന് എടുക്കുമ്പോൾ ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അതാണ് മഹോദരമകാലം കേട്ടോ. ആ നിലകളിൽ ഒരു വലിയ കഷ്ടകാലം, ആന്റി ക്രൈസ്റ്റിന്റെ ഭരണം. അതിനെക്കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ വിസ്തരിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ക്ലാസ്സിൽ സവിസ്താരമായി അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. 11-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോഴും 9-ാം അധ്യായത്തിൽ വന്നപ്പോഴും 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് പഠിച്ച ക്ലാസ്സിലുമൊക്കെ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണത്തെക്കുറിച്ചും ഇസ്രായേലിൽ സംഭവിക്കുവാൻ പോകുന്ന പതനത്തെക്കുറിച്ചും
ഇസ്രായേലിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഏതായാലും ഇങ്ങനെയുള്ള ഈ 7 വർഷം അന്തിക്രിസ്തുവിന്റെ ഭരണകാലം, അതിലെ 3.5 വർഷം എന്ന് പറയുന്നത് അവന് ശാന്തമായിട്ടാണ്. വലിയ ശക്തിയൊന്നുമില്ല. പലരെയുമൊക്കെ കൂട്ടിച്ചേർത്ത് പുള്ളി ഉപായ രൂപേണ ഭരണതലങ്ങളിലൊക്കെ വന്ന്, പ്രത്യേകിച്ച് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആലയത്തിലൊക്കെ വന്ന് സ്തോത്രം അവരുടെ ആരാധനയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അവനെ വിശ്വസിക്കത്തക്ക നിലയിലായിരിക്കും അതിൻ്റെ ആദ്യ സമയങ്ങൾ. എന്നാൽ കുറച്ചിങ്ങോട്ട് കഴിയുമ്പോൾ ഇവൻ തനി ആൻറ്റി ക്രൈസ്റ്റായിട്ട് മാറും. ക്രിസ്തുവിനെതിരുള്ളത് ആൻറ്റി ക്രൈസ്റ്റ് കേട്ടോ, അന്തിക്രിസ്തു. ഈ പുള്ളി തനി അന്തിക്രിസ്തുവായിട്ട് മാറുമ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട് അവൻ ചെയ്യുന്നത് എന്തൊക്കെയാ ചെയ്യുന്നെന്ന്. അവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എല്ലാം സവിസ്താരമായി വിസ്തരിക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട്. അവൻ പലതും അവിടെ ചെയ്യും. സ്തോത്രം. ആലയം ശൂന്യത വരുത്തും. ആലയത്തിൽ ആരാധന അവൻ തന്നെ ഒന്ന് സ്വീകരിക്കാനായിട്ടൊക്കെ ഒരുങ്ങും. പല പണി അവൻ നടത്തും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, അവരുടെ പ്രമാണങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, ഒരു വിധത്തിലും അംഗീകരിക്കുവാൻ കഴിയാത്ത ചില നിയമങ്ങളും ചില പരിപാടികളും അവനെ ആരാധിക്കത്തക്ക നിലയിൽ, ജനത്തെ അങ്ങോട്ട് മാറ്റിമറിക്കത്തക്ക നിലയിൽ ജനത്തിൻ്റെ നടുവിൽ അവൻ എന്ത് ചെയ്യും? ഒരു ആരാധനാമൂർത്തിയായി തലമുക്കും. യെരുശലേം ദേവാലയത്തിനകത്ത് അവനങ്ങോട്ട് കയറി ആരാധനാമൂർത്തിയായിട്ട്. നമുക്കറിയാം അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന മനുഷ്യൻ പന്നിയെ ബലി കഴിച്ച ഒരു ചരിത്രമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ അതിൻ്റെ ഒരു ക്ലാസ്സിൽ ഓർപ്പിക്കുകയുണ്ട്. ആ നിലകളിൽ ഇവൻ എന്ത് ചെയ്യും? ആരാധനയുടെ യാഗത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അനുഭവത്തെ മാറ്റിയിട്ട് ആകാത്ത ചിലതിനെ എന്ത് ചെയ്യും? ആലയത്തിനകത്ത് യാഗം നടത്തും. അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള അവർക്ക് മനസ്സിലാകും ഇവൻ അവരെ രക്ഷിക്കാമെന്നവനല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുവാനിടയായിത്തീരും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ അവരുടെ നടുവിൽ തന്നെ നമുക്കറിയാം വലിയ തകർച്ചകളുണ്ടാകും, വേദനകളുണ്ടാകും, കഷ്ടങ്ങളുണ്ടാകും, അനവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. വിശ്വാസത്തിന് വേണ്ടി, അവരുടെ പ്രമാണങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവർ മരിക്കേണ്ടി വരെയും വരുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമുക്കിതിനകത്തൊന്നും പഠിക്കാനായിട്ട് കഴിയും. എന്നാൽ അന്നും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ചിലര് എഴുന്നേറ്റ് വരും. സത്യത്തിന് വേണ്ടി അന്ത്യോക്യസ് എപ്പിഫാനസ് ഈ നിലകളിൽ പ്രവർത്തിച്ച ആ സന്ദർഭത്തിൽ മക്കാബിയർ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനം അന്ന് സത്യത്തിന് വേണ്ടി, വചനത്തിന് വേണ്ടി, അന്നത്തെ യഹൂദന്മാരുടെ പ്രമാണത്തിന് വേണ്ടി നിലനിന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ആ നിലകളിൽ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുവാനിടയായിത്തീരും. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എന്ന് വേണ്ട എത്രയോ സംഭവങ്ങളാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ മരണത്തിൻ്റെ കണികൾ, ആ നിലകളിലുള്ള മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ഇതെല്ലാം ട്രിബുലേഷൻ അഥവാ പ്രത്യേകിച്ചുള്ള മഹാപീഡന കാലയളവിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഓർപ്പിക്കുകയുണ്ടായി. ആധികാരികമായി ഇങ്ങനെയെല്ലാമുള്ള സംഭവങ്ങൾ നടക്കുന്ന അതിൻ്റെ ഏറ്റവും കഠിനമായ സമയമാണ് ഈ 3.5 വർഷം എന്ന് പറയുന്നത്. ഏറ്റവും കഠിനമായ സമയമാണ്. ഇസ്രായേൽ അനുഭവിച്ചിട്ടില്ലാത്ത ശക്തമായ കഷ്ടതകളും വേദനകളും. അതിനെക്കുറിച്ച് പ്രവചന പുസ്തകങ്ങളൊക്കെ എടുത്ത് നാം പഠിച്ചാൽ യാക്കോബിൻ്റെ കഷ്ടകാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത കഷ്ടകാലം, ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത കഷ്ടകാലം. അങ്ങനെയുള്ള ഒരു പീഡനകാലത്തിലേക്ക് ജനം വരും. അത് ഒടുവിലത്തെ സമയമാന്നേ. ആൻറ്റി ക്രൈസ്റ്റും അവനോട് ചേർന്നുള്ള രാജ്യങ്ങളും അവൻ്റെ സംബന്ധികളും അവൻ്റെ ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് ഇസ്രായേലിനെതിരെ പടപൊരുതും. ഒരു വലിയ യുദ്ധം. അതിനാണ് ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. ഇസ്രായേലിനെതിരെ ശക്തിയോടെ പടപൊരുതുമ്പോൾ അവർക്ക് നിൽക്കാൻ കഴിയാതെ അവർ അയ്യം വിളിക്കും ദൈവത്തോട്. അയ്യം വിളിക്കുമ്പോൾ ഇതാ ഒരുവൻ ഇറങ്ങി വരുന്നു. സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് അനവധി കുതിരപ്പടകൾ ഇറങ്ങി വരുന്ന കാഴ്ച. ഒലിവുമലയിലേക്ക് ദൈവപുത്രനായ യേശു പാദം ചവിട്ടുന്ന കാഴ്ച
വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ആ നിലകളിൽ ഇസ്രായേലിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് നാം ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ ശ്വാസത്താൽ ഇസ്രായേലിനെതിരെ ഉയർന്നു നിൽക്കുന്ന ശക്തികളെ എന്ത് ചെയ്യും? ആ ദംശനം ചെയ്ത് ഇല്ലാതാക്കി തന്റെ ജനത്തിനു വേണ്ടി നിലവിളിക്കുന്ന ജനത്തിനു വേണ്ടി ഒരു വലിയ വിടുതൽ പകരുന്ന ഒരവസ്ഥയെക്കുറിച്ച് ദൈവവചനം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ലോക ചരിത്രത്തിൽ ഇസ്രായേലിനെ പോലൊരു ജാതി വേറെയില്ല. സകല ജാതികളുടെയും ശിരോജാതിയാണ് ഇസ്രായേൽ. ആമേൻ. എന്നാൽ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളെ ഒന്നും നമ്മൾ വാസ്തവത്തിൽ അതിനോട് യോജിക്കുന്നില്ല. നിരപരാധികൾ മരിക്കുവാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പലസ്തീനിലും ആമേൻ ഇസ്രായേലിലുമൊക്കെ നിരപരാധികൾ മരിക്കാൻ പാടില്ല. യുദ്ധം എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമല്ല. പക്ഷേ പല യുദ്ധങ്ങളും നടന്നേ പറ്റൂ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഇവിടെ കേൾക്കുമെന്നും ക്ഷാമവും ഭൂകമ്പവും ഇവിടെ സംഭവിക്കുമെന്നും ഇവിടെ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. നമ്മൾ യുദ്ധക്കൊതിയന്മാരല്ല, യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല, എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇന്നൊരു ക്രിസ്മസ് ദിനം കൂടെയാണല്ലോ. ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ സമാധാനമാണ്. ആമേൻ. സമാധാനത്തിന്റെ ദാതാവായ യേശു ഭൂമിയിൽ പിറന്ന ആ ബർത്ത്ഡേ ആണല്ലോ ഇന്ന് ലോകം ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. എന്നാൽ ഞങ്ങൾ പറയട്ടെ, ഈ സമാധാനത്തിന്റെ ദാതാവായ ക്രിസ്തു ഇസ്രായേലിന്റെ നടുവിൽ അവർക്ക് സമാധാനം നൽകുന്ന ആ പ്രത്യേകമായൊരു സുദിനമുണ്ട്. ആമേൻ. അതിനെക്കുറിച്ച് ഈ 12-ാം അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുന്ന അവസരത്തിൽ ദാനിയേലിന് സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുന്ന ചിന്തകളിൽ ഒന്നാമത്തെ കാര്യമാണ് കാലവും കാലങ്ങളും കാലാർത്ഥവും. 3.5 വർഷം, 7 വർഷത്തെ മഹാപീഡന കാലത്തിന്റെ 3.5 വർഷം ആമേ സംഭവിക്കുവാൻ പോകുന്ന ആ സംഭവങ്ങളുടെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനെ കുറിച്ച് ദാനിയേലിനെ ഭാഗികമായി ആമേ സ്വർഗം വെളിപ്പെടുത്തി. എന്താകുമെന്ന് ചോദിച്ച ദാനിയേലിനോട് പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നീ പോയിക്കൊള്ളുക, യുഗാവസാനത്തിൽ നീ എഴുന്നേറ്റ് വരും, നീ വിശ്രമിക്കുക. നീ ഇത്രയും നാൾ ആമേൻ വിശ്രമം കൂടാതെ അധ്വാനിച്ചു, കർത്താവിന് വേണ്ടി നിന്നു, രാജ്യത്തെ സേവകനായിരുന്നു, ഉന്നതമായ പലതും ചെയ്തു. എന്നാൽ ഇനി വിശ്രമത്തിനുള്ള സമയമാണ്. എന്നാൽ നീ നിന്റെ ഓഹരി പ്രാപിക്കുവാൻ വരുന്നൊരു ദിവസമുണ്ട്. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന എത്ര പേര് എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്? വിശ്വാസിയായിരിക്കാം, അവിശ്വാസിയായിരിക്കാം. ആമേൻ. ദൈവവചനം തിരിച്ചറിഞ്ഞ് ആമേൻ ദൈവത്തെ അന്വേഷിച്ച് ദൈവിക ജ്ഞാനം പ്രാപിച്ച് വിടുതൽ അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ നല്ല ഒരു അവസരമാണ് ഈ ക്രിസ്തുമസ് ദിനത്തിൽ. ഈ വൈകുന്ന സമയത്ത് ദൈവവചനത്തിലൂടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളെ ശുദ്ധീകരിക്കുവാനുള്ള അവസരമാണ്. അല്ല, കർത്താവിനെ അറിഞ്ഞ ദൈവജനമാണോ, ദൈവപൈതലാണോ നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കാൻ ദൈവം ഒരുക്കുന്ന സാവകാശങ്ങളാണ്. ആരാധനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി വിശ്വസ്തരായി നിൽക്കാൻ കഴിയുമെങ്കിൽ ആമേൻ മരണത്തിനപ്പുറത്ത് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ പ്രത്യാശയോടെ നമുക്ക് യാത്ര ചെയ്യാം. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, വചനം കേൾക്കുന്ന ഏവരെയും കർത്താവ് രക്ഷിക്കുകയും അങ്ങോട്ട് വചനത്തിനൊത്തവണ്ണം ജീവിപ്പാൻ ഏവർക്കും കൃപ ചെയ്യുകയും ചെയ്യണമേ. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാകും. പുത്രനെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യെസ്.